നാളെ ക്രിസ്മസ് എക്സാം ഇല്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ വെറുതെ ഇരിക്കുമോ? മോഡൽ എക്സാം ഇല്ല എന്ന് പറഞ്ഞാലും വെറുതെ ഇരിക്കും ഇല്ല. നിങ്ങൾക്ക് ആ പേപ്പർ നിങ്ങളുടെ റൈറ്റ് ആണ്. അഗ്നി ബാച്ച് സ്റ്റുഡൻസ് നമ്മൾ പ്രോപ്പറായിട്ട് ഓണം എക്സാം നടത്തും. നിങ്ങളുടെ സിലബസ് പ്രകാരം നിങ്ങൾക്ക് നമ്മൾ ഡേറ്റ് തരും, ഓണം എക്സാംസ് നടക്കും. ഹലോ പ്ലസ് 1 മക്കളെ, നിങ്ങൾക്കൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് പ്ലസ് 1 ഓണം എക്സാം ഒഫീഷ്യലി ഇല്ല. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് ഹാപ്പി ന്യൂസ് ആണോ സാഡ് ന്യൂസ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷ പോലെ ആണോ എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ തോട്ട്സ് എനിക്ക് അറിയിക്കണം, കമൻറ്റ്സ് അറിയിക്കണം. എത്ര ആൾക്കാർ ഹാപ്പിയാണ്, എത്ര ആൾക്കാർ സാഡാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയണം. ഓക്കെ, ഇനി ഞാൻ എൻ്റെ അഭിപ്രായം പറയാനും അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായിരിക്കും. അപ്പം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇത് പറയാൻ വേണ്ടി മാത്രമല്ല, ഇത് നിങ്ങളെങ്ങനെ ബാധിക്കുന്നതും കൂടി പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് കാര്യം, നിങ്ങൾക്ക് ഓണം എക്സാം ഇല്ലാത്തത് ഈ കാര്യം ഇസ് എ വെരി സാഡ് ന്യൂസ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കും, നിങ്ങൾ കുറേ ആൾക്കാർ ഹാപ്പി ആയിരിക്കും, ഓണം എക്സാം ഇല്ല എന്നുള്ള സന്തോഷത്തിലായിരിക്കും. പക്ഷേ ഇത് വളരെ പ്രശ്നകരമാണ്. നിങ്ങൾക്കൊരു വലിയ പ്രോബ്ലം ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്കൊരു വലിയ പ്രോബ്ലം ഉണ്ടാവും, നിങ്ങളുടെ ഭാവിയെ എഫക്റ്റ് ചെയ്യുന്ന വിച്ച് ഈസ് യുവർ +1 ഫൈനൽ എക്സാം. നിങ്ങളുടെ +1 ഫൈനൽ എക്സാമിനെ എഫക്റ്റ് ചെയ്യാവുന്ന ആ ലെവലിലുള്ള ഒരു വലിയ പ്രശ്നം നടത്തും. അത് ശരിക്കും പറഞ്ഞാൽ ഓണം എക്സാം നടത്തണമായിരുന്നു. അത് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അത് ചെയ്യാത്തത് ഒരു ചെറിയ പ്രശ്നമായിരിക്കും നമ്മുടെ കുട്ടികൾക്ക്. എന്താ കാരണം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ, നിങ്ങൾ SLC പഠിക്കുമ്പോൾ +1 മാത്സ് എക്സാമിനെ പറ്റിയിട്ട് വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. എന്താണ്, +1 മാത്സ് എക്സാം ഓവർ ടഫ് ആയിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു പറഞ്ഞിട്ട് ഇതാ ഞാൻ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് കുട്ടികളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് ടഫ് പേപ്പറായിരുന്നു, പ്രശ്നമായിരുന്നു, ഇത് ചതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രശ്നം. ജസ്റ്റിസ് ഫോർ +1 സ്റ്റുഡൻസ് ആയിരുന്നു കഴിഞ്ഞ വർഷം അവസാനത്തേക്ക്. ഇതെന്തുകൊണ്ടാണ്? ഇത് പബ്ലിക് എക്സാമിൻ്റെ കാര്യം കേട്ടോ, പബ്ലിക് എക്സാമിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷവും ഓണം എക്സാം നടന്നിട്ടില്ല. ഓണം എക്സാം കഴിഞ്ഞ വർഷം നടന്നില്ല. അപ്പോൾ പബ്ലിക് എക്സാമിന് മുമ്പ് ആകെ 2 എക്സാം ഉണ്ടായിരുന്നുള്ളൂ, ക്രിസ്മസ് എക്സാമും മോഡൽ എക്സാമും. ഓക്കെ, ഇനി ഈ പ്രശ്നം ഞങ്ങൾ ഞാനും എക്സാമിനറുടെ ഫാമിലിയും കുട്ടികളും കുറേ ആൾക്കാർ പറയാൻ കാരണം എന്താണ്, +1 എക്സാം ടഫ് ആയിക്കോട്ടെ, പേപ്പർ ഇഷ്ടമുള്ള പോലെ ഇട്ടോട്ടെ, സിലബസിലായാൽ മതി, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിന് മുൻപുള്ള നമ്മുടെ ക്രിസ്മസ് എക്സാമും മോഡൽ എക്സാമും വളരെ ഈസി ആക്കിയിട്ട്, വളരെ ഈസി, കഴിഞ്ഞ വർഷങ്ങളിലെ PYQ പാറ്റേൺസും അത് പഠിച്ചു പോയ ഏതൊരു സ്റ്റുഡൻറ്റിനും A B ഒക്കെ കിട്ടും, പാസ്സാകുന്നതിനെ പറ്റി ഒരു സംശയമില്ല, എല്ലാവർക്കും സിമ്പിളായിരുന്നു. അങ്ങനത്തെ ഒരു എക്സാം ക്രിസ്മസിനും മോഡലിനും വെച്ചിട്ട് ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാക്കി. ഓക്കെ, ഭയങ്കര ഡിഫിക്കൽട്ടാക്കി എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് സിലബസ് ചോദ്യമൊന്നുമില്ല, ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ചോദ്യം കുറച്ച് മാറ്റി മറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. പക്ഷെ ആ കുറച്ച് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ കുട്ടികളൊക്കെ ഷോക്കായി. ആ പേപ്പർ കുറേ ആൾക്കാർ പൊട്ടാൻ തന്നെ പേടിച്ചിരിക്കുകയായിരുന്നു. ഫുൾ മാർക്ക് കിട്ടുന്നവർക്ക് മാർക്ക് കുറഞ്ഞു, A+ ഒക്കെ ഉള്ളവർ C B ഒക്കെ ആയി. അപ്പോൾ പ്രശ്നം സംഭവിച്ചത് ക്രിസ്മസ് എക്സാമും മോഡൽ എക്സാമും ഈസിയായി, ഫൈനൽ എക്സാം ടഫായി. അതാണ് പ്രശ്നം. പാറ്റേൺ മാറ്റരുത്. അപ്പോൾ ആ പ്രശ്നം കാരണം കുറേ കുട്ടികൾക്ക് പ്രശ്നം, അതുകൊണ്ടാണ് ഈ ഇഷ്യൂ നടന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ ഈ വർഷത്തെ സിനാരിയോ എടുക്കുക. ഈ വർഷം ഓണം എക്സാം ഇല്ല. ഓക്കെ, ഓണം എക്സാം വീണ്ടും ഇല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാർ ഇപ്പം എന്താണ്, ഹാപ്പിയാണ്, കുഴപ്പമില്ല, ഓണം നമുക്ക് എൻജോയ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ പഠിക്കാനുള്ള ചാൻസാണ് പോയത്. ഓണം എക്സാം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് നടത്തേണ്ട, നിങ്ങൾക്ക് സെറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങൾക്ക് ഫൈനൽ എക്സാം സെറ്റ് ചെയ്യുന്ന സെയിം ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ട് തരേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ഇതിൽ എന്തുകൊണ്ട് ഇമ്പോർട്ടൻസ്, ഒരു കാര്യം കൂടി ഉണ്ട് മക്കളെ. സിലബസ് ഈ 2-3 വർഷങ്ങളായിട്ട് കുറച്ച് കാര്യം അറിയാമല്ലോ. നിങ്ങളുടെ മാത്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ എന്താണ് സിലബസ് കുറച്ചു, ബയോളജിയിലൊക്കെ കുറച്ചു. സിലബസ് കുറയ്ക്കുമ്പോൾ ആ സിലബസ്, പുതിയ സിലബസ് വെച്ച് എക്സാം എടുക്കുമ്പോൾ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ അപ്പോൾ ഇപ്പം എന്താണ് ഇത്രയും സിലബസ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഈ സിലബസിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ ചിലപ്പോൾ ടീച്ചർ ഇവിടുന്ന് ടഫായ ചോദ്യങ്ങളൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ നിങ്ങൾ പണ്ടത്തെ PYQs ഒക്കെ എടുക്കും. പണ്ടത്തെ PYQs നമുക്കുള്ള സിലബസിന് കുറച്ച് സിമ്പിൾ ചോദ്യമുള്ളൂ, അത് മാത്രം പഠിച്ചു പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചിലപ്പോൾ ടഫ് ചോദ്യം വരുമ്പോൾ പ്രശ്നമാവും. അപ്പം ഈ പുതിയ സിലബസ് വെച്ചിട്ട് നമുക്ക് കുറേ പരീക്ഷകൾ വേണം, ഓണം, ക്രിസ്മസ്, ഫൈനൽ, മോഡലൊക്കെ വേണം. അപ്പോഴും നമുക്ക് മനസ്സിലാവുള്ളൂ എന്ത് പാറ്റേൺ വരികയെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഓണം എക്സാം ഇല്ലാത്തത് ഒരു ബിഗ് ഇഷ്യൂ ആണ്. ഓക്കെ, നിങ്ങളപ്പോൾ ഇപ്പോൾ റിയലൈസ് ചെയ്യില്ല, പക്ഷേ ഇത് വലിയ ഇഷ്യൂ ആണ്. ആൻഡ് എന്തുകൊണ്ട് ഈ എക്സാം നടത്തുന്നില്ല, +1 ഓണം എക്സാം നടത്താൻ എനിക്ക് തോന്നുന്ന കുറേ ബുദ്ധിമുട്ടുണ്ടാകും, ലോജിസ്റ്റിക്കൽ ബുദ്ധിമുട്ടുണ്ടാകും, കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നടത്തുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് എക്സാം ആണത്. ഓക്കെ, ഇനി ഫസ്റ്റ് കാര്യം നിങ്ങൾ മനസ്സിലാക്കി, ഇത് ബാഡ് ന്യൂസാണ്, നിങ്ങളുടെ ഫൈനൽ എക്സാമിനെ എഫക്റ്റ് ചെയ്യും, നിങ്ങൾക്ക് ആ പാറ്റേൺ മനസ്സിലാവില്ല. ഇനി രണ്ടാമത്തെ കാര്യം മക്കളെ, +2 നിങ്ങളുടെ സീനിയേഴ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, +2 നിങ്ങളുടെ ചിലപ്പോൾ സ്കൂളുകളിൽ, എനിക്കറിയാം നിങ്ങളുടെ കുറേ സ്കൂളുകളിൽ എന്താണ് സ്വന്തം നിങ്ങൾ ടീച്ചേഴ്സ് നടത്തുന്ന എക്സാം ഉണ്ടാവും, നോട്ട് കമ്പൽസറി, ചിലപ്പോൾ നടത്തുന്നുണ്ടാവില്ല, ചിലപ്പോൾ നടത്തായിരിക്കും, പഠിപ്പിച്ച് വെച്ചിട്ട് നടത്തായിരിക്കും. ഇപ്പം +2കാർക്ക് എക്സാം പേപ്പർ ഗവൺമെൻറ് സെറ്റ് ചെയ്യില്ല എന്ന് പറയും, പക്ഷേ ടൈം ടേബിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക്
കോമൺ ആയിട്ടൊരു ടൈം ടേബിൾ ഇല്ല. നിങ്ങൾക്ക് ഓണം എക്സാം ചിലപ്പോൾ സ്കൂൾ നടത്തുമായിരിക്കും, പക്ഷെ നടത്തണ്ട ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ടൈം ടേബിളും ഇല്ല, പേപ്പറും ഇല്ല. പക്ഷെ എന്താണ്, +2കാർക്ക് പേപ്പറില്ല. ആയിക്കോട്ടെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുകൊണ്ട് സാർ എന്താണ് ഞങ്ങൾ +1കാർക്ക് വ്യത്യാസം? ഒരു ടൈം ടേബിളും നിങ്ങൾക്ക് എക്സാം നടക്കുന്നുള്ളൊരു പ്രോപ്പറായിട്ടൊരു സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളും പഠിക്കും. ഇപ്പോൾ പറയുകയാണെങ്കിൽ സ്കൂളിനോട് പറയുകയാണ് ഈ ദിവസങ്ങളിൽ ഈ എക്സാം നടത്തണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്കൂൾ ഉറപ്പായിട്ട് നടക്കും. നിങ്ങൾ കുറച്ചെങ്കിലും പഠിക്കും അല്ലേ, കുറച്ചെങ്കിലും പഠിക്കും. എനിക്ക് ഓണസ്റ്റായിട്ട് പറ, ഇന്ന് നിങ്ങൾ ഓണം എക്സാം ഇല്ല എന്ന് അറിഞ്ഞു, ഇനി നിങ്ങൾ പഠിക്കാൻ നിൽക്കുമോ? ഇനി നിങ്ങൾ കഷ്ടപ്പെട്ട് ഓണം എക്സാം ഉണ്ടായിരുന്നു, നിങ്ങൾ ഇനി കഷ്ടപ്പെട്ട് ടെൻഷൻ അടിച്ചിട്ടാണെങ്കിലും കുറച്ചെങ്കിലും പഠിക്കില്ലായിരുന്നോ? ഇനി 2 ചാപ്റ്ററാണ് 2, 3 ചാപ്റ്ററാണ് 3, 4 ചാപ്റ്ററാണ് 4, നിങ്ങൾ അത്രയും പഠിക്കില്ലായിരുന്നോ? ഇന്നിട്ടല്ലേ ഓണം എക്സാം എഴുതാൻ പോകാം ടൈം ടേബിൾ ഉണ്ടായിരുന്നെങ്കിൽ. ഇനിയിപ്പോൾ ഓണം എക്സാം ഇല്ലാത്തതുകൊണ്ട് എന്താ, നിങ്ങൾ ആദ്യത്തെ 3-4 ചാപ്റ്റർ ഒട്ടും പഠിക്കൂല. ഇനി നിങ്ങളുടെ ടെൻഷൻ എപ്പോഴാണ് വരിക? നിങ്ങൾ എപ്പോഴാണ് വരിക? ക്രിസ്മസ് എക്സാമിനെ പഠിക്കുകയുള്ളൂ. അത് നിങ്ങളുടെ ഫോൾട്ട് അല്ല, ഒരു ഹ്യൂമൻ നേച്ചറാണ്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും മിക്ക സ്റ്റുഡൻസ് ആണെങ്കിലും എക്സാം ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് പഠിക്കണം? നമുക്കൊരു ഗോളില്ല, എനിക്ക് മാർക്ക് വേണം, മാർക്ക് ഇപ്പം കിട്ടൂല, പിന്നെ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ള ആറ്റിറ്റ്യൂഡായിരിക്കും. അപ്പം ഇത് നിങ്ങളെ വീണ്ടും എഫക്റ്റ് ചെയ്യും. നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് മുമ്പുണ്ടാവും 7 ചാപ്റ്ററിൽ 8-9 ചാപ്റ്റർ പഠിക്കാനുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ 1-4 ചാപ്റ്റർ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അത് നിങ്ങളെ വീണ്ടും എഫക്റ്റ് ചെയ്യും. എന്നാൽ ഗവൺമെൻറ്റിന് എനിക്കറിയില്ല, പേപ്പർ ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും, ടീച്ചേഴ്സ് വേണം, സെറ്റ് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്, പേപ്പർ അയക്കണം, കുറേ പ്രശ്നങ്ങളുണ്ട്, ഓക്കെ മനസ്സിലായി. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു ടൈം ടേബിൾ ഉണ്ട്? +2കാർക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി, എന്തുകൊണ്ട് നിങ്ങൾക്കും +1കാർക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടില്ല? ഇനിയിപ്പം വർഷം ലേറ്റായി സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ സിലബസിന് പ്രശ്നം ഉണ്ടെങ്കിൽ സിലബസ് കുറച്ചോ, 6 ചാപ്റ്റർ വരെ 4 ചാപ്റ്റർ 3 ചാപ്റ്റർ വെച്ചിട്ട് ഒരു എക്സാം നടത്തുകയാണെങ്കിൽ നിങ്ങൾ അത്രയെങ്കിലും പഠിക്കുമായിരുന്നു. അപ്പം അതും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് റിക്വസ്റ്റ് ആണ്. നിങ്ങൾക്കൊരു ടൈം ടേബിൾ എങ്കിലും തരുമായിരുന്നു. പേപ്പർ സെറ്റ് ചെയ്യണം ഐഡിയലി ചെയ്യേണ്ടത്. കാരണം അവസാനത്തെ എക്സാം പേപ്പർ ഞാൻ പറയുകയാണ്, നാളെ മുതൽ പറയുകയാണ് മോഡൽ എക്സാം ഇല്ലയെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ കുടുങ്ങിയില്ല. ഫൈനൽ എക്സാമിന് എന്ത് ചെയ്യുന്നുള്ള പേടിയില്ലേ? അതേ പേടി വേണം നിങ്ങൾക്ക് ഓണം എക്സാം ഇല്ല എന്ന് പറയുമ്പോഴും. ഒരു ചെറിയ ടൈപ്പ് മോഡൽ എക്സാമാണ്. നാളെ ക്രിസ്മസ് എക്സാം ഇല്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ വെറുതെ ഇരിക്കുമോ? മോഡൽ എക്സാം ഇല്ല എന്ന് പറഞ്ഞാലും വെറുതെ ഇരിക്കും. ഇല്ല, നിങ്ങൾക്ക് ആ പേപ്പർ നിങ്ങളുടെ റൈറ്റാണ്. നിങ്ങൾക്ക് ആ മോഡൽ പേപ്പർ കിട്ടണം, നിങ്ങൾക്ക് ആ ഫൈനൽ പേപ്പറിന് മുമ്പുള്ള ആവശ്യമുള്ള പേപ്പേഴ്സ് കിട്ടണം, എന്നാലും നിങ്ങൾ പ്രിപ്പയർഡ് ആവുള്ളൂ. ആൻഡ് അത് നിങ്ങളുടെ സ്കൂൾ സെറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ വേറെ ആൾക്ക് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. ആ കറക്റ്റ് ആ പാറ്റേൺ കിട്ടാണ് എപ്പോഴും യൂസ്ഫുൾ. അപ്പം ഇത് 2 രീതിയിലും മോശം ന്യൂസാണ്. നിങ്ങൾ പഠിക്കൂല, കുറേ ആൾക്കാർ മിക്ക കേരളത്തിലെ സ്റ്റുഡൻസ് പഠിക്കാനുള്ള ഇൻസെൻറ്റീവ് ഇല്ല. അപ്പോൾ ഉള്ള 3-4 ചാപ്റ്റർ പഠിക്കുന്നത് പഠിക്കൂല. അതേപോലെ നിങ്ങളുടെ ഫൈനൽ എക്സാം അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഫൈനൽ എക്സാം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ നല്ല സാധ്യതയുണ്ട്. അപ്പം ഈ 2 കാര്യങ്ങൾ നിങ്ങളെ മോശമായിട്ട് എഫക്റ്റ് ചെയ്യും. അതാണ് എൻ്റെ അഭിപ്രായത്തിൽ ബാഡ് ന്യൂസ് ആകാൻ കാരണം. ഇനി ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ അഗ്നി ബാച്ചിലുള്ള സ്റ്റുഡൻസ് എക്സാം വിന്നറിൻ്റെ +1 അഗ്നി ബാച്ചിലുള്ള സ്റ്റുഡൻസിന് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നിങ്ങളെ മക്കളെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എക്സാമിനർ ഫസ്റ്റ് ദിവസം മുതൽ പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ സ്റ്റുഡൻസ് ആണ്, നമ്മൾ കൈ പിടിച്ച് അവസാനം വരെ കൊണ്ടുപോകും, നിങ്ങളുടെ മാക്സിമം എത്തിക്കുമെന്ന്. അഗ്നി ബാച്ച് സ്റ്റുഡൻസിന് മക്കളെ ഓണം എക്സാം നടക്കും. അഗ്നി ബാച്ച് സ്റ്റുഡൻസ് നമ്മൾ പ്രോപ്പറായിട്ട് ഓണം എക്സാം നടത്തും. നിങ്ങളുടെ സിലബസ് പ്രകാരം നിങ്ങൾക്ക് നമ്മൾ ഡേറ്റ്സ് തരും, ഓണം എക്സാംസ് നടക്കും. അതിനോടൊപ്പം വെറുതെ ഓണം എക്സാം നടക്കുക മാത്രമല്ല, നിങ്ങൾ ഒരു ഓണം എക്സാം ഉണ്ടായിരുന്നു നമുക്കറിയാം, നമ്മൾ മാരത്തോണൊക്കെ വെച്ചിട്ട് ഫുൾ അടിപൊളിയായിട്ട് ധൂം ധമാക്കയിൽ പഠിക്കും അല്ലേ, ഭയങ്കര പഠിത്തം. ആ പഠിത്തം നമ്മൾ ഒരിക്കലും മാറ്റി വെക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പർ ക്ലാസ്സസും ലൈവും മാരത്തോണും എല്ലാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. നമ്മൾ ഓണം എക്സാം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ പഠിക്കും. എന്നിട്ട് ഓണം എക്സാം എഴുതും, ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ തരും, നിങ്ങളുടെ എക്സാമിന് വരുന്ന സെയിം സ്റ്റൈലിൽ പേപ്പർ തരും, അത് നിങ്ങൾ എഴുതും, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടും, നിങ്ങൾ പഠിക്കും, നിങ്ങൾ ഓണം എക്സാം എഴുതിയ പോലെ ഉണ്ടാവും. അപ്പോൾ അഗ്നി ബാച്ചിലുള്ളവർ ആരും പേടിക്കണ്ട, നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് നിങ്ങളുടെ ഓണം ഞങ്ങൾ നോക്കിക്കോളാം. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ട, എക്സാമിനറുണ്ട് നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പം ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് മക്കളെ സൺഡേ ഒരു ഇവൻ്റ് ഉണ്ട്. അപ്പോൾ സൺഡേ എല്ലാവരും വൈകുന്നേരം വരിക. സൺഡേ 7 PM എല്ലാവർക്കും +1 അഗ്നി ബാച്ചിലുള്ളവർക്ക് അപ്പോൾ +1 അഗ്നി ബാച്ചിലുള്ളവർക്ക് യൂട്യൂബ് ചാനലിന് തന്നെയായിരിക്കും നമ്മൾ 7 PM ലൈവ് വെക്കുന്നത്. അപ്പോൾ അതിൽ വരിക, നിങ്ങളുടെ ഓണം എക്സാം എങ്ങനെ നമ്മൾ നടത്തും ഉള്ള എല്ലാ ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവരറിയണം ഓണം എക്സാം ഇല്ലാതെ ഒരു ഹാപ്പി ന്യൂസ് അല്ല, മോശം ന്യൂസാണ്. എന്തുകൊണ്ട് നടത്തുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവില്ല, നടത്താതെ നിങ്ങൾക്ക് ബാഡ് ആണെന്നും. അതേപോലെ അഗ്നി ബാച്ച് സ്റ്റുഡൻസിന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊരു സൊല്യൂഷൻ കൊണ്ടുവരുന്നുണ്ട്, അടിപൊളി സൊല്യൂഷൻ. 7 PM സൺഡേ എല്ലാവരും വരിക, ബാച്ച് ഇല്ലാത്തവരും വന്ന് കണ്ടോളൂ നമ്മൾ എന്താണ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഓൾ ദി ബെസ്റ്റ്, നമുക്ക് സൺഡേ 7 PM കാണാം.